ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. കുറച്ച് വെണ്ടയ്ക്കയൊക്കെ പിച്ചിക്കൊണ്ട് വരാം. വലിയ 2 സൈസ് വെണ്ടകളാണ് നിൽപ്പുണ്ട്. വലിയ വെണ്ടയും ഉണ്ട്, നമ്മൾ സാധാ വെണ്ടയും ഉണ്ട്. ഇതുണ്ട് വലിയ വെണ്ടയെന്ന് ഇപ്പോൾ 1 വർഷം കൊണ്ട് പിടിക്കുന്നത്. അത് തോനെ 4 വർഷം വരെ നിൽക്കുമെന്ന് ഇങ്ങനെ പറയുന്നു. പിന്നെ സാധാ വെണ്ടയുണ്ട്, അത് കുറച്ച് നാൾ പിടിച്ചിട്ട് അതങ്ങ് നശിച്ചു പോകും പെട്ടെന്ന്. എല്ലാം കൂടെ പിച്ചിക്കൊണ്ട് വന്ന് കഴുകി അരിഞ്ഞ് സവാളയും അരിഞ്ഞ് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. വഴുവഴുപ്പെല്ലാം മാറി കിട്ടുന്നത് അതാണ്. അതെല്ലാം കൂടെ അങ്ങോട്ട് ഇതെല്ലാം കൂടെ വാരിയിട്ട് ഇളക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല. അടയ്ക്കാതെ വേണം വേവിക്കാൻ. പിന്നെ വിഷമൊന്നും ചേർക്കാത്ത പച്ചക്കറി ആയതുകൊണ്ട്, മരുന്നൊന്നും അടിക്കാത്ത ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കൂടുതൽ വേവിക്കത്തില്ല. നമ്മൾ കഴിക്കാൻ പാകത്തിന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. പിന്നെ പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. എത്ര കഴിക്കാത്തവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കഴിക്കും.